അപ്പൊ ആ ഒരു വീട്ടില് 2000 സ്ക്വയർ ഫീറ്റിലെ റൂം എനിക്ക് വേണ്ടിയിട്ടാണ്. 1000 സ്ക്വയർ ഫീറ്റിലെ വീട് സ്വിമ്മിംഗ് പൂൾ വേണം. ലക്ഷ്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺട്രപ്രണറായി മാറാനാണ് അവരുടെ ആഗ്രഹം. ധന്യമന്ദിരം മന്തി കിട്ടിയത്. അതെ, അതാണ് നേരം മന്തി വേണമെന്ന് ഞാൻ ശശി. നമ്മളിന്നുള്ളത് ഷെബുവിന്റെ ഫ്ലാറ്റിലാണ്. അപ്പൊ ശരിക്കും നമുക്ക് ലൈഫിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തരുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്സുമായിട്ടുള്ള സമയമാണ്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട്സുമായിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇതാ ഞാൻ വന്നു, ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നേ. ഞാൻ എപ്പോഴും പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് മന്തി വാങ്ങിച്ചു കൊണ്ടുവന്നു. പക്ഷെ ഓർഡർ ചെയ്തത് ഞാനാണേ. എല്ലാം ഓർഡർ ചെയ്ത് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്തി എടുത്തിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മന്തിയും ജ്യൂസും എല്ലാം എടുത്തിട്ടാ ഫുഡ് ലേറ്റ് ആയതിന് മുമ്പിന്റെ ഭാഗത്ത് കുറെ ഞങ്ങൾ കേട്ടു. പാവം എന്റെ അവസ്ഥ സത്യത്തിൽ പലപ്പോഴും ഇല്ല, തെറി വിളിച്ചിട്ടില്ല. ഇന്ന് മുബിക്കാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ആ തെറി മൊത്തം ഞങ്ങള് കേട്ടു. എന്ത് അത് സാരല്ല, നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാം. റീറ്റെയിൽ ആയിട്ടില്ലേ നമുക്ക് ഹോൾസെയിൽ നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പത്തി കഴിയില്ല, നീ ഒറ്റ കൊടുത്താൽ മതി. ലേറ്റ് ആയിട്ട് വന്ന ഇവക്ക് സ്നേഹം ഓക്ക് വല്ല മുട്ട പൊളിച്ച ഇതെല്ലാം കൊടുത്ത ഇവർക്ക് നമുക്ക് ഞാൻ എനിക്ക് ഡേറ്റ്സ് എടുത്തില്ല. എന്ത് ഡേറ്റ്സ് നിനക്കെടുക്കാൻ കഴിയില്ല. ഞാനിപ്പോ സൈറ്റിൽ പോയിട്ട് അവിടുന്ന് വരുന്നത്. സിറ്റുവേഷൻ പ്ലാൻ ചെയ്ത ടൈം കീപ്പ് ചെയ്യാന്നിരുന്നത് ഒരു പ്രൊഫഷൻ വേണ്ട. ടൈം മാനേജ്മെന്റ് എന്ന ഒരു എന്താ പറയാ പ്രൊഫഷണലിസത്തിന് ഏറ്റവും ഫസ്റ്റ് വേണ്ടതാണ്. പക്ഷെ അവള് പ്രൊഫഷണലിസത്തിന് ടൈം മാനേജ് ചെയ്യുന്നുണ്ട്, നമുക്ക് തരാൻ വേണ്ടിട്ട് മാത്രം മാനേജ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് എന്താന്നല്ലേ ഇപ്പൊ ഞാനാരായി? അതെ അതെ, ഇപ്പൊ ഞാനാരായി? മന്തിയും കൊണ്ട് വന്ന ഞാനാരായി? ശശി. അപ്പൊ സീതാപ്പനിയിലെ മന്തി കേട്ടോ, എന്റെ സീതാപ്പനിയിലെ ഫുഡ് മൈനസ് കുറവാ. സീതാപ്പനിക്കാർക്ക് ഞാൻ മിനിഞ്ഞാന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മട്ടൻ മന്തി. അധികം കൊടുക്കായിരുന്നു. നമ്മളൊരു ഫുൾ മന്തി ഓർഡർ ചെയ്തു. ആ സീതാപ്പനി അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഫ്രീ പ്രൊമോഷനും കൂടി സീതാപ്പനിക്കാർക്ക്. മന്തി സൂപ്പർ ആയിരുന്നു. മന്തി സൂപ്പറോ? അലാറം അതോളം മൈ സ്വീറ്റ് ഹാർട്ടിനെ വിളിക്കുന്ന ടൈമായിരിക്കും. ഇപ്പൊ ജംഷിക്കയുടെ ഫോൺ ഇങ്ങോട്ട് വരും. അത് എന്താ പറയാ, കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സജ്മ മാത്രം കുറ്റം പറയും. വിളിക്കുന്നതായിട്ട് നീ എന്നോട് പറഞ്ഞു ഇന്ന് വിളിക്കുന്നേ ഇല്ല. എന്തിനാ എന്നെ വിളിച്ചിരുന്നേ? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചിടാ? എല്ലാം മുമ്പി നീ ഇല്ലാണ്ട് എനിക്ക് എന്താ ആഘോഷം? എനിക്ക് ആഘോഷങ്ങളുണ്ട്, നീ ഇല്ലാണ്ട് മാത്രം. ഷെബുവിന്റെ ഫ്ലാറ്റിൽ വന്നാല് എപ്പം ബിരിയാണി കിട്ടല്. ഷബുവിന്റെ ഫ്ലാറ്റിൽ ഷബു ആദ്യമായിട്ട് ഒരു ബിരിയാണി വെച്ചപ്പോ ഇവിടെ ഉണ്ടായി പോകുന്നതാ. ഷബുവിന്റെ ബിരിയാണി കഥ ഇനിയില്ല. ബിരിയാണി ക്ലോസ്. ഞാൻ ബിരിയാണി വെക്കുന്നത് നിർത്തി. എന്റെ സത്യത്തിൽ ഷബു അല്ല വിളിച്ചു, ജംഷിക്കയെ വിളിച്ചിന്. അതും ബിസിനസ് സംസാരിക്കാൻ വേണ്ടി. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? അവരെ പുതിയ പ്രോജക്ട് ഇക്കയുടെ ഉമ്മ. ഹലോ, ഓക്കെ വിളിക്കാം. ഉമ്മ കേൾക്കും. പുതിയൊരു കേട്ടോ. മന്തിയാടി നേരിട്ട് നമുക്ക് മന്തിയാണോ? നമുക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എല്ലാം മതിയോ? സാരിയല്ല, രാവിലെ കഴിച്ചാ നമുക്ക് രാവിലെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? എന്റെ ഫ്ലാറ്റില് റിസോർട്ട് അത് നീ ഓർഡർ ചെയ്താ കിട്ടും. ഇല്ല, ഞാൻ ഓൺലി സ്റ്റേ മാത്രം. എന്റെ അമ്മ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തരുന്ന മിസ്സാക്കിട്ടേ ഇടോ. അതാ നല്ലത്. നീ വിട്ടിട്ടെ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ റിസോർട്ട് താൽക്കാലികമായി നിന്റെ വീട്ടിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു. അതെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം. അമ്മന്റെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പറ്റും. ഇങ്ങനെ വിളിച്ചേ?
നമ്മള് ഫുഡെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇരിക്കുവാന്ന്. അപ്പൊ ഫുഡെല്ലാം അടിപൊളിയല്ലേ? പക്ഷെ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ച എന്താ അറിയോ, എന്നോട് ഷബാന പറഞ്ഞു ഇവിടെ ചെമ്മീനും ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഷബാനന്റെ ഇവിടുന്ന് ഫുഡ് അല്ല, ഞാൻ രാവിലെ പറഞ്ഞിട്ടായിരുന്നു ചെമ്മീൻ, ഞാൻ ചെമ്മീന് വാങ്ങി വെക്കണേന്നൊന്നും പറഞ്ഞില്ലേ? വാങ്ങി വെച്ചിട്ടില്ലല്ലോ. അല്ല, ലേറ്റ് ആയാലും നമുക്ക് ഉണ്ടാക്കാലോ. എന്നാലും കുഴപ്പമില്ല, സീതാപ്പാനിയിലെ ഭക്ഷണമായിട്ട് നല്ല ഭക്ഷണമായിരുന്നു. അത് ശരിയാ, മയോണൈസ് വളരെ കുറവായിരുന്നു. അല്ല, നമ്മളൊരു പുതിയ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. ഫ്രണ്ട്സുമാർ ചേർന്നിട്ട് ഒരു ബിസിനസ്. അപ്പൊ അതെന്താന്ന് ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് വെറൈറ്റി പ്ലാനിങ്സാ. എപ്പൊ എല്ലാരും ചെയ്ത് കണ്ടുവരുന്ന എന്തുവാടാ അപ്പൊ എല്ലാരും ചെയ്ത് കണ്ടുവരുന്ന രീതിയിലുള്ള ബിസിനസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ബിസിനസ് ആണ്, സംതിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 4 or 5 months അല്ലേ, 5 monthsനുള്ളിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നമ്മളെ ഇന്നത്തെ നൈറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്സും കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഈ ഷബു എന്ന് പറയുന്ന ആള് ഇനി മുതൽ ഞാൻ ഷാന മേഡം എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്റെ ക്ലൈന്റായി മാറുകയാണ്, പെട്ടെന്ന് തന്നെ എന്റെ ക്ലൈന്റായിട്ട് മാറും. അപ്പോ ചെറുതൊന്നും അല്ല കേട്ടോ. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്ന 8,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നിർമ്മിക്കേണ്ട പരിപാടിയാണ്. അപ്പൊ എന്തായാലും എന്നെ വിട്ടിട്ട് അത് വേറെ ഒരാൾക്ക് കൊടുക്കൂല. ശരിയാ, എനിക്കില്ല. അപ്പൊ ആ ഒരു വീട്ടില് 2,000 സ്ക്വയർ ഫീറ്റിലെ റൂം എനിക്ക് വേണ്ടിയിട്ടാണ്. 1,000 സ്ക്വയർ ഫീറ്റിലെ വീട് സ്വിമ്മിംഗ് പൂൾ വേണം. അപ്പൊ അത് മാത്രല്ല, ഷെബുവിന്റെ ലൈഫിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പുതിയൊരു റെസ്റ്റോറന്റ് വരുന്നുണ്ട്, നമ്മളെ മൈസൂറാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ട് നോക്കാൻ വേണ്ടിട്ട് നമ്മളെ ജംഷിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് മന്ത് പോണം. അവർക്ക് എന്തെങ്കിലും ഇഷ്ടം പോലെ കണ്ണൂരിലെ നമ്പർ 1 ഒരുവിധം എല്ലാവരുടെയും എന്താ പറയാ പ്രോജക്ട് ധന്യക്കാണ്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇയാളെ കാണുന്ന പോലെ ഒന്നല്ല, വലിയൊരു ഓൺട്രപ്രണർ ആണ്. ഒരുപാട് സന്തോഷമായി. ഫ്രണ്ട്സിന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് ഇതുപോലുള്ള വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ രാത്രി അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് 4 പേരും ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാരും ചെയ്തു വരുന്ന ഒരു ബിസിനസ് അല്ല നമ്മളുടെ ലക്ഷ്യം. എന്താ ബിസിനസ് എന്ന് ഇപ്പം പറയുന്നില്ല. എന്റെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് വെയിറ്റ് ആൻഡ് വാച്ച്. 5 months അല്ലേ? 5 months. എന്തായാലും 4 to 5 monthsനുള്ളിൽ നമ്മളെ ലോഞ്ച് ചെയ്യും. എന്തായാലും പേര് കാര്യങ്ങളൊന്നും നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല. ആഫ്റ്റർ 5 months അല്ലേ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കണ്ണൂരിലെ തന്നെ നമ്പർ 1 ആയിട്ട് നമുക്കത് മാറാൻ പറ്റണം. അതിനുശേഷം ഓൾ കേരളയായിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്ലാനിങ്സ് ഉണ്ട്. നമ്മൾ വെറും എന്റർടൈൻമെന്റ് മാത്രമല്ല, എല്ലാവരും നല്ല ബിസിനസ് തിങ്കിങ് കൂടിയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇനിയുള്ള സമയം നമ്മൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്.